ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കെതിരായ ദുഷ്പ്രചരണങ്ങൾക്കെതിരെ സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു. ആനക്കാംപൊയിൽ മുതൽ തിരുവമ്പാടി വരെ കാൽനട ജാഥയും തുരങ്കപാത സംരക്ഷണ സദസ്സ് സംഘടിപ്പിക്കാനും സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും തിരുവമ്പാടി മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്നതുമായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കെതിരായി കപട പരിസ്ഥിതിവാദികളും തൽപര കക്ഷികളും നടത്തുന്ന നീക്കത്തിനെതിരെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സർവകക്ഷി യോഗം ചേർന്നത്. ലിൻഡോ ജോസഫ് MLA പദ്ധതിയെക്കുറിച്ചും പദ്ധതിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണത്തെക്കുറിച്ചും യോഗത്തിൽ വിശദീകരിച്ചു. തുരങ്കപാതയ്ക്കെതിരെ തെറ്റായ പ്രചരണം നടത്തുന്നവരെ തുറന്നുകാട്ടാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചതായി ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. ഈ നാടിന്റെ സമഗ്ര വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകളും ചേർന്നിട്ടുള്ള ഒരു സർവകക്ഷി യോഗമാണ് തിരുവമ്പാടി ഇന്ന് നടന്നത്. ഈ യോഗത്തിന്റെ തീരുമാനമെന്ന നിലയിൽ എന്ത് വില കൊടുത്തും വളരെ വേഗത്തിൽ തുരങ്കപാത യാഥാർത്ഥ്യമാക്കുകയും അതിനെതിരെ തെറ്റായ പരാമർശങ്ങൾ നടത്തുകയും തെറ്റായ രൂപത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന നിലയിൽ ഇടപെടുകയും ചെയ്യുന്ന ആളുകളെ അവരെ നിയമപരമായും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്നതിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ളതാണ് തീരുമാനിച്ചത്. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു അധ്യക്ഷത വഹിച്ചു. തുടർ സമരങ്ങൾ ഏറ്റെടുക്കുന്നതിന് സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചു. ആനക്കാംപൊയിൽ മുതൽ തിരുവമ്പാടി വരെ കാൽനട ജാഥയും തുരങ്കപാത സംരക്ഷണ സദസ്സും സംഘടിപ്പിക്കും. മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റ് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സർവകക്ഷി യോഗത്തിൽ സംബന്ധിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.